കോന്നി ആനത്താവളത്തിലെ ആനകൾക്ക് ഇന്ന് സന്തോഷ ദിനമായിരുന്നു. ആനദിനത്തോടനുബന്ധിച്ചുള്ള ആനയൂട്ടിന് റെഡിയായി 3 ആനകൾ നിരന്നു നിന്നു. പാപ്പാന്മാർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കരിമ്പ്, ശർക്കര, പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാമായി വനപാലകരും എത്തി. വാഴയിലയിൽ എല്ലാം തയ്യാറാക്കി വെച്ചു. ആനയൂട്ടിനായി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും റെഡിയാണ്. കോന്നി DFO ഇൻചാർജ് ഡി രാഹുലിന്റെ നേതൃത്വത്തിൽ ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ആനയ്ക്ക് നമ്മൾ ഫ്രൂട്ട്സ് പ്രധാനമായിട്ട് ആന കഴിക്കുന്ന കരിമ്പ്, അതേപോലെ തണ്ണിമത്തൻ, ആപ്പിള്, വെള്ളരി, അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുണ്ടല്ലേ? വിദ്യാർത്ഥികൾ നമ്മൾ ഈ ആനകളെ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു അങ്ങനെ ഒരു സമയമാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീഡിയയിൽ അങ്ങനെ കാണിക്കുന്ന സമയമല്ലോ, അപ്പോൾ വിദ്യാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തി ആ ഒരു രീതി അങ്ങ് മാറ്റാവുന്നുള്ളൊരു രീതിയിൽ. പാപ്പാന്മാർ അടുത്തുള്ള ധൈര്യത്തിൽ വിദ്യാർത്ഥികളും ആനകൾക്ക് തീറ്റ നൽകി. ഞാനോ? ഞാൻ പൈനാപ്പിളോ? ഇല്ല, കൊടുത്തില്ല, കൊടുക്കാൻ പോവാ. ക്യാരറ്റ്, ശർക്കര വാൽസാന. അടുത്തിടെ ചരിഞ്ഞ കോന്നി കൊച്ചയ്യപ്പന്റെ അസാന്നിധ്യം പാപ്പാന്മാർക്ക് വേദനയായി. നമുക്ക് പ്രിയദർശിനി, മീന, ഇവ 3 ആനയാണ് പങ്കെടുക്കുന്നത്. 4 ആനയാണ് നമ്മുടെ ക്യാമ്പിലുള്ളത്. അതിൽ ഒരാനയ്ക്ക് മതപ്പാടിൽ നമ്മൾ തളച്ചിരിക്കുകയാണ്. അതിനും ഫുഡ് കൊടുക്കും. ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ 3 ആന ഇവിടെ ഉണ്ട്. കൊച്ചയ്യപ്പൻ ഇല്ലാന്നൊരു വിഷമം കൂടി ഉണ്ടല്ലോ? തീർച്ചയായിട്ടും വിഷമമുണ്ട്. വൈറസ് രോഗം വന്നില്ലായിരുന്നെങ്കിൽ ആനയും നമ്മുടെ ഇവിടെ നിന്നേനെയായിരുന്നു. ആനകളെ അടുത്തു നിന്ന് തൊടാനും വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടായിരുന്നു. മതിയാവോളം തീറ്റ ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് ആനകൾ മടങ്ങിയത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.